എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫലനോപ്സിസിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഫലനോപ്സിസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ഫലനോപ്സിസ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു തൈ വന്നത് അടുത്തൊരു വീഡിയോയിൽ അതിനെ റീപ്ലാന്റ് ചെയ്യുന്നത്, അതായത് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പം റീപോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു തൈക്കകത്ത് മൊട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഞാനൊരു തൈ കാണിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തും മൊട്ട് വരുന്നുണ്ട്. അപ്പോൾ മൊട്ട് ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വേരും വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. പിന്നെ പുതിയൊരു തൈ വിളിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തൈയുടെയും അന്ന് ചെറിയ ഒരു ഇല മാത്രമേ ഉള്ളായിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വിശദമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലുള്ള പുതിയ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അതായത് ഫ്ലവർ സ്പൈക്കിനകത്തുണ്ടായ ഒരു തൈ. അപ്പോൾ ഇതിനകത്ത് ഈ വരുന്നതെന്ന് പറയുന്നത് വേരാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ തൈ കാണിക്കാം. തൈ എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ഇലയുടെ നോഡിൽ നിന്നും കണ്ടില്ലേ, ഈ ചെറിയ വരുന്നതാണ്, ഈ വരുന്നതാണ് അതിൻ്റെ തൈ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടിനെയും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുന്നതെന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഒരു കളർ വേറെയാണ്, ഇതിൻ്റെ അതായത് പുതിയ തൈ വരുന്നതിൻ്റെ കളറ് വേറെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുതിയ തൈ. ഇനി അടുത്തത് ഈ ഒരു ചെറിയ തൈ ഉണ്ടായതാണ്. അതിനകത്ത് ഇതുപോലെ ഫ്ലവറിൻ്റെ ഒരു സ്പൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലവർ സ്പൈക്ക് ആകാനാണ് ചാൻസ്. അപ്പോൾ ഇത് റൂട്ടല്ല. അതിന് കാരണം എന്ന് പറയുന്നത് റൂട്ടാണെന്നുണ്ടെങ്കിൽ താഴേക്കായിരിക്കും വളരുന്നത്, ഇത് മുകളിലേക്കാണ് വളരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു തൈ എന്ന് പറയുന്നത് ഇത്രയായിട്ടുണ്ട്, അതിൻ്റെ ലീഫൊക്കെ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ഫലനോപ്സിസിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. താങ്ക്